അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദ് 13ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസു സാലിസ അശറ, പാഠം 13, അൽ ഇദ്ഗാം. സുക്കൂനുള്ള അക്ഷരത്തെ ഹർക്കത്തുള്ള മറ്റൊരക്ഷരത്തിൽ ചേർത്ത് ഷദ്ദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയപ്പെടുന്നു. ഇദ്ഗാം ചെയ്യപ്പെടുമ്പോൾ ഇദ്ഗാമും ബിഗുന്നത്തിൻ്റെ അക്ഷരങ്ങളായ യാ, വാവ്, മീം, നൂന് എന്നീ 4 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ മണിച്ച് ഉച്ചരിക്കേണ്ടതും മറ്റുള്ള അക്ഷരങ്ങൾ വന്നാൽ മണിക്കാതെ ഉച്ചരിക്കേണ്ടതുമാകുന്നു. ഷദ്ദുള്ള നൂനും മീമും ഖുർആനിൽ എവിടെ വന്നാലും മണിച്ച് ഉച്ചരിക്കണം. ഉദാഹരണം: മണിക്കപ്പെടേണ്ടവ: മിമ്മാൽ, മയ്യഅമൽ, ഇന്നശ, മിൻവാൽ, ഇർകം മഅന, ഫഅമ്മാമൻ, ഇന്നല്ലദീന. അടുത്തത് മണിക്കപ്പെടാത്തവ: അവ്വസനൂഹും, അവ്വസനൂഹും, ഖുൽ റബ്ബി, ആഹദ്തും, ഖാലത് ത്വാഇഫത്തുൻ, ഫളിരിബ് ബിഹി, നഖ്ലുഖും, വലാകിൻ ലഅനഹുമുല്ലാഹ്. അപ്പോൾ പാഠഭാഗം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഇദ്ഗാം എന്നാൽ എന്ത്? സുക്കൂനുള്ള ഒരക്ഷരത്തെ ഹർക്കത്തുള്ള മറ്റൊരക്ഷരത്തിൽ ചേർത്ത് ഷദ്ദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിന് ഇദ്ഗാം എന്ന് പറയപ്പെടുന്നു. 2. ഇദ്ഗാമും ബിഗുന്നത്തിൻ്റെ അക്ഷരങ്ങൾ എത്ര, ഏതെല്ലാം? ഇദ്ഗാമും ബിഗുന്നത്തിൻ്റെ അക്ഷരങ്ങളായ യാ, വാവ്, മീം, നൂന് എന്നീ 4 അക്ഷരങ്ങൾ. ഷദ്ദുള്ള മീമും നൂനും എവിടെ വന്നാലും എങ്ങനെ ഉച്ചരിക്കണം? മണിക്കണം. താഴെ പദങ്ങളിൽ മണിക്കേണ്ടവയും മണിക്കേണ്ടാത്തവയും വേർതിരിക്കുക. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അത് മണിക്കേണ്ടത് ഏതാണ്, മണിച്ചു കൂടാത്തത് ഏതാണ് എന്ന് തരംതിരിക്കാനാണ്. നോക്കി എഴുതുമല്ലോ. പാഠഭാഗം നോക്കി എഴുതാമല്ലോ. പാഠഭാഗത്തിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ നോക്കി മനസ്സിലാക്കി എഴുതുക. ഖുൽ റബ്ബി, ഇത് എങ്ങനെയാണ്? മണിക്കാതെയാണ് ഉച്ചരിക്കേണ്ടത്. കാരണം യ, വാവ്, മീം, നൂന് ഇതിലൊരക്ഷരം പോലും വന്നിട്ടില്ല, അല്ലേ? സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം യ, വാവ്, മീം, നൂന് എന്നീ അക്ഷരങ്ങളിലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് മണിക്കേണ്ട. മയ്യഅമൽ, സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം യ വന്നു, അതുകൊണ്ട് മണിക്കണം. ഇന്നമാ, ഷദ്ദുള്ള നൂന് ഖുർആനിൽ എവിടെ കണ്ടാലും മണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് മണിക്കേണ്ട വാക്കാണിത്. ഫളിരിബ് ബിഹി, ഫളിരിബ് ബിഹി, സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം യ, വാവ്, മീം, നൂന് ഇവയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് മണിക്കണ്ട. ഇദ്ഗലമു, ഇതിലും അക്ഷരങ്ങൾ, അതായത് ഓന്നത്തിൻ്റെ അക്ഷരങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് മണിക്കണ്ട. ഇദ്ഗാം ചെയ്യേണ്ട അക്ഷരങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് മണിക്കണ്ട. അടുത്തത് ഇർകം മഅന, ഇവിടെ സുക്കൂനുള്ള ബാന് ശേഷം, സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം മീം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ മണിക്കണം. ഇർകം മഅന, ഇവിടെ സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം മീം വന്നിട്ടുണ്ട്, അതുകൊണ്ട് മണിക്കണം. അടുത്തത് വലാകിൻ ലഅനഹും, സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം ഏതക്ഷരമാണ് വന്നിരിക്കുന്നത്? ലാമാണ് വന്നിരിക്കുന്നത്. ലാമ് മണിക്കണോ? വേണ്ട, അല്ലേ? അപ്പോൾ മണിക്കേണ്ടാത്ത വയിൽ പെടുന്നവയാണ് വലാകിൻ ലഅനഹും. അപ്പോൾ മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.